പാതിവില തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ വിചാരണാഘട്ടത്തിലേക്ക് 32 കള്ളപ്പണ കേസുകളിലാണ് ഇ.ഡി. കൊച്ചി സോണൽ ഓഫീസ് ഈ മാസം കുറ്റപത്രം സമർപ്പിച്ചത്. ഈ സാമ്പത്തിക വർഷം രാജ്യത്താകെ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചത് 700ഓളം കേസുകളിൽ. കശുവണ്ടി ഇറക്കുമതി, സേബോക്സ് ആപ്പ്, പാതിവില തട്ടിപ്പ്, ലക്ഷദ്വീപ് കടൽവെള്ളരി വേട്ട കേസുകളിലടക്കം 32 കേസുകളിലാണ് ഇ.ഡി. കൊച്ചി സോണൽ കുറ്റപത്രം സമർപ്പിച്ചത്. വിദേശത്തു നിന്നും കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി വ്യവസായി അനീഷ് ബാബു പണം തട്ടിയതാണ് കശുവണ്ടി ഇറക്കുമതി കേസ്. അനീഷ് ബാബുവും അമ്മ അനിത ബാബുവുമാണ് പ്രതികൾ. പാതിവില തട്ടിപ്പ് കേസിൽ വെള്ളിയാഴ്ചയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആനന്ദു കൃഷ്ണനും ആനന്ദകുമാറുമാണ് പ്രതികൾ. 1000 കോടിയിലധികം രൂപയുടേതാണ് തട്ടിപ്പ്. സേബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ സാക്ഷിയാക്കിയാണ് കുറ്റപത്രം. ഈ കേസുകളിൽ കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോടികളുടെ കടൽവെള്ളരി വേട്ട കേസിൽ കവരത്തി PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2 കേസുകളിലായി 4 പ്രതികളാണുള്ളത്. ഇ.ഡി. കേസുകൾ കോടതിയിൽ എത്തുന്നില്ലെന്ന ആരോപണങ്ങൾക്കിടെയാണ് പരമാവധി കേസുകളിൽ അതിവേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പാതിവില തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല. ജനം, കൊച്ചി.